ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾക്ക് പോളിമേഴ്സിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് ഫിനോമിനയെ പറ്റി നോക്കാം. ഒന്നാമത്തേത് ക്രിസ്റ്റലൈസേഷൻ, രണ്ടാമത്തേത് മെൽറ്റിംഗ്, മൂന്നാമത്തേത് ഗ്ലാസ് ട്രാൻസിഷൻ. ഈ 3 ഫിനോമിനയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഫിനോമിന എന്ന് പറഞ്ഞത് ക്രിസ്റ്റലൈസേഷൻ. എന്താണ് ക്രിസ്റ്റലൈസേഷൻ? അതായത് നമുക്കറിയാം liquid solid ആവുന്നു, അതായത് liquid that is transformed into the solid form, that is the ice. ആ ഒരു സോളിഡ് ഫോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിലുണ്ടാവുന്ന ചേഞ്ചസ്, ആക്ച്വലി ദിസ് ഡിഗ്രി ഓഫ് ക്രിസ്റ്റലിറ്റി ദാറ്റ് ഇൻഫ്ലുവൻസ് ബോത്ത് ദി മെക്കാനിക്കൽ ആൻഡ് തെർമൽ പ്രോപ്പർട്ടീസ്. ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, പോളിമർ ആയിക്കോട്ടെ, സോളിഡ് ആയിക്കോട്ടെ, ഏതായാലും അതിൻ്റെ ഡിഗ്രി ഓഫ് ക്രിസ്റ്റലിറ്റി എന്ന് പറഞ്ഞത് അതിൻ്റെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിനെയും അതേപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ക്രിസ്റ്റലൈസേഷൻ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ലിക്വിഡ് ഐസ് ആവുന്ന ആ ഒരു പ്രോസസ്സ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക. ദ ക്രിസ്റ്റലൈസേഷൻ ഓഫ് എ മോൾട്ടൺ പോളിമർ, അതായത് ഒരു ഉരുകിയ രൂപത്തിലുള്ള പോളിമർ എങ്ങനെ ഒരു സോളിഡ് ഫോമിലേക്ക് മാറുന്നു. ഓക്കെ, അതിന് കുറച്ച് ഗ്രോത്ത് പ്രോസസ്സ് ഉണ്ട്. ആ ഗ്രോത്ത് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയേഷൻ എന്ന പ്രോസസ്സിൽ നിന്നാണ്. ന്യൂക്ലിയേഷൻ അതായത് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ഒരു സെൻട്രൽ പോയിൻ്റ് ഉണ്ടാകും. ഓക്കെ, നമുക്കതൊന്ന് സ്കീമാറ്റിക്കായിട്ടൊന്ന് വരച്ച് നോക്കാം. സപ്പോസ് നിങ്ങൾക്കറിയാം പോളിമർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും. അതിനെ ഞാനൊന്ന് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഓക്കെ, ക്രോസ് ലിങ്ക്ഡ് സ്ട്രക്ചേഴ്സാണ്. ഇതാണ് ന്യൂക്ലിയേഷൻ സൈറ്റ്. ഇനി അത് ക്രിസ്റ്റലൈൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇതിനകത്ത് കുറച്ച് ക്രിസ്റ്റലൈൻസ് രൂപം കൊള്ളുന്നുണ്ട്. ഓക്കെ, കുറച്ച് ബ്രാഞ്ചസ് ആയിട്ടുള്ള പല രൂപത്തിൽ നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഒരു ഫ്ലേക്സ്, മഞ്ഞിൻ്റെ ഫ്ലേക്സും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു കട്ട് ഏത് രൂപത്തിലേക്കാണ് ഇരിക്കുന്നത്, അതുപോലെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് ചെയിൻസ് ആണ്. ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നതേ ഉള്ളൂ. ഇവിടെയും ചെയിൻസ് തന്നെ. ഓക്കെ, ഇനി ഇതിൻ്റെ ഇടയിലും കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്, ഇതിൻ്റെ ഇടയിലും മോളിക്യൂൾസ് ഉണ്ട്, ഇവിടെയും മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെയുള്ള മോളിക്യൂൾസ്, അതായത് രണ്ട് ക്രിസ്റ്റലൈൻ പോർഷൻ, ഇതൊരു ക്രിസ്റ്റലൈൻ പോർഷനാണ്. ഈ രണ്ട് ക്രിസ്റ്റലൈൻ എന്ന് എഴുതാം, ക്രിസ്റ്റലൈൻ പോർഷൻ. ഓക്കെ, ഇത് തന്നെയാണ് കാണിക്കുന്നത് ഡയറക്ഷൻ ഓഫ്, ഇറ്റ് ഷോസ് ദി ഡയറക്ഷൻ ഓഫ് സ്ഫെറുലൈറ്റ് ഗ്രോത്ത്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്കുള്ള മോളിക്യൂൾസ്, അതായത് രണ്ട് ക്രിസ്റ്റലൈൻ പോർഷന് ഇടയ്ക്കുള്ള മോളിക്യൂൾസ്, ഇടയ്ക്ക് ടൈ ചെയ്ത് നിൽക്കുന്ന മോളിക്യൂൾസിനെ നമുക്ക് ടൈ മോളിക്യൂൾസ് എന്ന് പറയാം. ടൈ മോളിക്യൂൾസ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് അത്ര ടൈറ്റ്നെസ് ഈ ഭാഗത്ത് ഉണ്ടാവില്ല. സ്വാഭാവികമായും ഈ ഭാഗത്ത് നമുക്കൊരു അമോർഫസ് നേച്ചറായിരിക്കും കാണാൻ സാധിക്കുന്നത്. അതിന് നമുക്ക് അമോർഫസ് മെറ്റീരിയൽ. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ ഞാനൊരു സിംഗിൾ ചെയിനെ കാണിക്കുന്നുള്ളൂ, പക്ഷേ ഇവിടെ ഒരു ഫോൾഡഡ് നേച്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു ലാമിനാർ ചെയിൻ ഫോൾഡഡ് ക്രിസ്റ്റലൈറ്റ് എന്ന് പറയും. ലാമിനാർ ചെയിൻ ലൈക്ക് അല്ലെങ്കിൽ ചെയിൻ ഫോൾഡഡ് ക്രിസ്റ്റലൈറ്റ്. ഇത് ന്യൂക്ലിയേഷൻ സൈറ്റ്.
ഫോർ ദ കേസ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്കീമാറ്റിക് ഒരു സ്ഫെറിക്കലിൻ്റെ ഷേപ്പിലേക്ക് ഒരു ന്യൂക്ലിയസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്ഫെറിക്കലിൻ്റെ ഒരു പാർട്ടായിട്ട് നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. So actually the crystallization of a molten polymer occurs by nucleation and growth process. For the case of the polymers, upon cooling through the melting temperature, melting temperature വെച്ച് കൂൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ന്യൂക്ലിയസ് ഫോം ചെയ്യുന്നു. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻ വിച്ച് there are small regions of the tangled areas. അതായത് ഇവിടെ ട്വിസ്റ്റഡ് പോളിമേഴ്സ് അല്ലെങ്കിൽ ട്വിസ്റ്റഡ് ചെയിൻ ലൈക്ക് molecules. So there are regions of the tangled and random molecules. They become ordered and aligned in a manner of chain folded layers. In what happened at temperature in excess of the melting temperature? Melting temperature excess ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? These nucleus are unstable. They become unstable. Why they become unstable? Due to the thermal atomic vibrations. Due to these thermal atomic vibrations that tend to disturb or that tend to disrupt the ordered molecular arrangement. And after the nucleation and during the crystallization growth stage, nuclei grow by the continued ordering and aligning of the additional molecular chain segments. ഈ ഒരു ബ്രാഞ്ചസ് ഇവിടെ ഒരു ഗ്രോത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണ്. ചില ഭാഗത്ത് അതൊരു ഫോൾഡഡ് ലൈക്ക് ആയിരിക്കും, ചില ഭാഗത്ത് ഒരു സിംഗുലർ ക്രിസ്റ്റലൈൻ പോർഷൻ ആയിരിക്കും. ഓക്കെ, that is the chain folded layers remains the same thickness, but it increases in lateral dimensions. So there may be increase in the spherulate radius. അതായത് മറ്റൊന്നുമല്ല, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കംപ്ലീറ്റ്, അതായത് ആ ഒരു ന്യൂക്ലിയസിൽ നിന്നും ഏതാണ് അതിൻ്റെ ലോക്കലൈസ്ഡ് ഏരിയ എന്ന് അവിടെ നിന്നും അതിൻ്റെ ക്രിസ്റ്റലൈസേഷൻ ഇംപ്രൂവ് ചെയ്ത് അത് മാക്സിമം ഏരിയ കവർ ചെയ്യുന്നു. അതാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ഇത് എൻ്റെ ന്യൂക്ലിയേഷൻ സൈറ്റും ക്രിസ്റ്റലൈൻ പോർഷൻ ഇവിടെ ഒരു അമോഫസ് മെറ്റീരിയൽസ് ആകാം. ഈ ഒരു ഭാഗത്ത് ഒരു അമോഫസ്. This one is the lamellar chain folded crystalline, and in between this crystalline portion the molecules are type molecules. Okay, that's all about the crystallization process. Then what about the melting? Next phenomenon is the melting. ഇനി മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കാം. The melting of a polymer crystal is a transformation of the solid material into the viscous liquid. That is the solid material to the viscous liquid. നമുക്കറിയാം സോളിഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? It having an ordered structure of aligned molecular chains. They have the ordered structure. But in the case of the viscous liquid, in which the structure is highly random. That is, the molecular chains are random. They are randomly oriented. Okay. Melting occur ചെയ്യുന്ന ആ ടെമ്പറേച്ചറിനെ നമുക്ക് TM എന്ന് പറയാം. This is the melting temperature. That is, this phenomena occurs upon heating at this melting temperature, that is denoted by TM. And there are several features that depends upon this melting of polymers.
Actually, they are not normally observed with metals and ceramics. Polymers special cases ആണ്. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് മെറ്റൽസിലും സെറാമിക്സിനേക്കാളും കൂടുതൽ പോളിമേഴ്സിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് ഓൺലി ഡ്യൂ ടു ദി പോളിമർ molecular structures and their lamellar crystalline morphology. Okay, actually this melting temperature that depends upon the melting behavior of the polymer that depends on the temperature at which it is crystallized. And the thickness of the chain folded lamellar depends upon the crystallization temperature. Melting point കൂടുന്തോറും തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു കാര്യം, മെൽറ്റിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പോളിമേഴ്സിൻ്റെ ഇംപ്യൂരിറ്റീസും ഇംപെർഫെക്ഷൻസും. Okay, that is the impurities in the polymer and imperfections in the crystals also decreases with the melting temperature. So we can say the melting behavior of the polymer depends on the rate of heating that increases, or we can say this melting behavior depends upon the rate of heating, and it is depends on the elevation of the melting temperature. Okay, and depends upon this heat treatment, we can say that these polymeric materials suffers lots of structural and property modifications or structural and property alternations. An increase in this lamellar thickness, that is an increase in this thickness of this crystalline portion may be induced by annealing just below the melting temperature. That is, one of the process is annealing. Annealing also raises the melting temperature by decreasing the vacancies and other imperfections in the polymer crystal. That I already told you that these impurities in the polymer and imperfections decreases with the melting temperature. And another important phenomena that occur in the polymers, that is glass transition temperature. Glass transition temperature, that is denoted by Tg. Glass transition temperature അല്ലെങ്കിൽ glass transition എന്ന് പറഞ്ഞാൽ എന്താണ്? That is occurs in the amorphous and semi-crystalline polymers, and due to the reduction in the molecular, or due to the reduction in the motion of the large segments or the segments of the molecular chains with the decrease in temperature. Okay, this glass transition occurs mainly in amorphous and semi-crystalline polymers. Amorphous or semi-crystalline molecules, not molecules, semi-crystalline polymers. Why this occur in amorphous and semi-crystalline polymers? This is due to the reduction in motion of the large segments of the chains, large segments of the molecular chains with the decrease in temperature. നമുക്കതിൻ്റെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റഡി ചെയ്തായിരുന്നു റിലാക്സേഷൻ മോഡുലസ് വേഴ്സസ് ടെമ്പറേച്ചർ. നമുക്കതൊന്ന് ഒന്നുകൂടെ വരയ്ക്കാം. റിലാക്സേഷൻ modulus versus
temperature. ഓക്കെ, ഈ ഒരു ഗ്രാഫിനെ നമുക്ക് ഒരു 2-3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. എന്താണ് ഈ റിലാക്സേഷൻ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ മോഡുലസ്, ഇറ്റ് ഈസ് ദ ടൈം ഡിപ്പെൻഡൻറ്റ് ഡിക്രീസ് ഇൻ ദ സ്ട്രെസ് അണ്ടർ ദ ആക്ഷൻ ഓഫ് ദി കോൺസ്റ്റന്റ് സ്ട്രെയിൻ. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്രാഫിനെ 2-3 പാർട്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. ഈ ഒരു പോർഷൻ, ഇവിടെ കുറച്ചുകൂടി ഒരു സ്ലോപ്പ് ഉണ്ടാകും. ഈ ഒരു പോർഷനെ നമുക്ക് ഗ്ലാസി എന്നും, ഇനി ഒരു സ്ലോപ്പായിട്ടിരിക്കുന്ന ഈ ഒരു പോർഷനെ ലെതറി എന്നും പറയാം. ഇനി ഈ ഒരു ഭാഗം, ഇത് ഒരു rubbery flow or rubbery, or this is rubbery flow. ഇതിന് താഴെ വിസ്കസ് ഫ്ലോ അല്ലെങ്കിൽ അതൊരു ലിക്വിഡ്, വിസ്കസ് ഫ്ലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫ്ലോ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതായത് ഏതൊരു പോളിമർ എടുത്താലും അതിനെ നമ്മൾ ഈ ഒരു ഗ്രാഫ് സ്റ്റഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ നിന്നും ആ ഒരു പർട്ടിക്കുലർ പോളിമറിൻ്റെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ TG നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇതിൽ നിന്ന് TG കണ്ടുപിടിക്കുന്നത്? അതായത് ഇതിൽ നിന്ന് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് ഡ്രോ ചെയ്യുക. അതേപോലെ തന്നെ റബ്ബറി നേച്ചറിൻ്റെ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ടൊന്ന് ഡ്രോ ചെയ്യാം. അതായത് ഗ്ലാസ്സിൽ നിന്നും ലിക്വിഡിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻസ് ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെ കടന്നായിരിക്കും പോയിട്ടുണ്ടാവുക. ഇത് എങ്ങനെ വരയ്ക്കാം? ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ടാൻജൻറ്റ് ഡ്രോ ചെയ്യുക. ഇതിൻ്റെ ഏതാണ്ട് സെൻറ്റർ പോർഷനിലായിരിക്കും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ TG. Okay, that is the abrupt change in one physical properties to the another, that is go through the glass transition temperature. ഓക്കെ, ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ഈ ഒരു ഭാഗത്തൊക്കെ ഇല്ലെങ്കിൽ അതിൻ്റെ ഗ്ലാസി ബിഹേവിയറിൽ നിന്നും പെട്ടെന്നല്ല ഒരു ഗ്രോത്ത് പ്രോസസ്സ് ഫോളോ ചെയ്ത് അതൊരു ലിക്വിഡായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഒരു വിസ്കസ് ഫ്ലോയിലേക്ക് അല്ലെങ്കിൽ വിസ്കസ് ലിക്വിഡിലേക്ക് മാറുന്നു. അതിൻ്റെ അത് ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഗ്ലാസ്സിൽ നിന്നും അതൊരു വിസ്കസ് ഫ്ലോയിലേക്ക് മാറിയത് ഈ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ ത്രൂ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് അതായത് ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് ഇതിൻ്റെ ഈ ഒരു സാമ്പിളിൻ്റെ സ്റ്റിഫ്നെസ്സും അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി, അതേപോലെ തന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, മെൽറ്റിങ്ങിനെ നമ്മൾ TM എന്ന് പറയും, ഗ്ലാസ് ട്രാൻസിഷനെ TG എന്ന് പറയും. These are the two important parameters in the application of the polymers, and they also influence the fabrication and processing procedure of polymers and polymer matrix composite. ഏത് പോളിമർ ആയിക്കോട്ടെ അല്ലെങ്കിൽ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്. അതായത് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പോളിമറിനെ സ്റ്റിഫ്നെസ് കൂട്ടാനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്താനോ നമ്മൾ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് മോഡറൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതൊരു കോമ്പോസിറ്റ് ആയിട്ട് മാറും. അതിനെയാണ് നമ്മൾ പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഏതൊരു നേരത്തെ പറഞ്ഞ പോലെ മെൽറ്റിംഗ് ടെമ്പറേച്ചറും അതേപോലെ തന്നെ ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചറും, ദീസ് ടു ആർ ദ ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ഫോർ എനി പോളിമേഴ്സ് ആൻഡ് പോളിമർ മെട്രിക്സ് കോമ്പോസിറ്റ്സ്. അതേപോലെ തന്നെ മറ്റൊരു ഗ്രാഫ് നമുക്കൊന്ന് നോക്കാം. ഒരു സ്പെസിഫിക് വോളിയവും അതേപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫ്. സ്പെസിഫിക് വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ. അതായത് ഗ്ലാസിൻ്റെ ഒരു സ്പെസിഫിക് വോളിയം എടുത്ത് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെയും ഒരു ചെറിയൊരു വോളിയം എടുത്ത് സ്റ്റഡി ചെയ്യുന്നു. അതേപോലെ തന്നെ സെമി ക്രിസ്റ്റലൈൻ്റെയും ഒരു വോളിയം നമ്മൾ വോളിയം വേഴ്സസ് ടെമ്പറേച്ചർ നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുന്നു. എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫിൻ്റെ ബിഹേവിയർ എന്ന് നോക്കാം. സപ്പോസ് ഒരു ഗ്ലാസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്
റിലീസ് ചെയ്യുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിന് ശേഷം അത് ഷൂട്ട് ചെയ്യും. ഓക്കെ, ഗ്ലാസ് ടു ലിക്വിഡ്. ഇനി ആ സ്ഥാനത്ത് ഒരു സെമി ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിലോ ഇതിൻ്റെ അത്ര സ്ലോപ്പ് ഉണ്ടാവില്ല. സ്ലോപ്പിന് വ്യത്യാസം ഉണ്ടാകും. ഇതിന് നമുക്ക് എ എന്ന് പറയാം, ഇതിന് ബി എന്ന് പറയാം. ഈ ഒരു ഭാഗത്ത്, അതായത് പെട്ടെന്ന് അത് ടെമ്പറേച്ചർ ജമ്പ് ചെയ്ത ആ ഒരു പോർഷൻ ആയിരിക്കും ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, TG. ഇത് ഗ്ലാസ്, ഇത് സെമി ക്രിസ്റ്റലൈൻ സോളിഡ്. എ എന്ന് പറഞ്ഞത് ഗ്ലാസ്. സോ ദിസ് ഈസ് ടോട്ടലി amorphous. It is totally amorphous. ഇനി ഈ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമുക്കൊന്ന് ഡ്രോ ചെയ്താൽ ഇതിൽ നിന്ന് നമുക്ക് TM. ഇനി ക്രിസ്റ്റലൈൻ, ആ സ്ഥാനത്ത് ക്രിസ്റ്റലൈൻ സോളിഡാണ് എടുക്കുന്നതെങ്കിലോ ഇവിടെ ഒരു ബ്രേക്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു സ്ലോപ്പിൽ ഡയറക്റ്റ് ആയിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് ക്രിസ്റ്റലൈൻ സോളിഡ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രാൻസിഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഇവിടെ ആകാം, ചിലപ്പോൾ ഇവിടെ ആകാം. ദാറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ദിസ് TG ആൻഡ് TM. There is no change. For the case of this A, that is for the case of the totally amorphous material, that is continuous, but experience a slight decrease in the slope at the glass transition temperature. നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കുമ്പോൾ this is continuous, the graph is continuous but experience a slight decrease in the slope at the glass transition temperature. And in the case of the semi-crystalline solids, the behavior is intermediate. Okay, so we can say this TM and TG, they are the properties of the respective crystalline and amorphous phases in the amorphous phases of the semi-crystalline materials. ഏത് പോളിമേഴ്സിൻ്റെ ആയാലും, ഇപ്പോൾ സപ്പോസ് PVC, ദാറ്റ് ഈസ് പോളിവിനൈൽ ക്ലോറൈഡ് ആയിക്കോട്ടെ, പോളിവിനൈൽ ക്ലോറൈഡ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പോളിഎഥിലീൻ ആൻഡ് നൈലോൺ 6 ഇതിൻ്റെ TG, TM. കുറച്ച് പോളിമേഴ്സിൻ്റെ വാല്യൂസൊക്കെ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യാം. PVCയുടെ TG എന്ന് പറഞ്ഞത് ഒരു 87 ഡിഗ്രി സെൽഷ്യസും TM എന്ന് പറഞ്ഞത് 212 ഡിഗ്രി സെൽഷ്യസും. ആ സ്ഥാനത്ത് പോളിഎഥിലീൻ ആണെങ്കിലോ -110 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 115 ഡിഗ്രി സെൽഷ്യസ്. നൈലോൺ 6 57 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 265 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പോളിമർ ടൈപ്സ് എന്താണെന്ന് നോക്കാം.